അടുത്തത് സില്ലോജിസത്തിലെ പ്രോബ്ലമാണ്. സില്ലോജിസത്തിന്റെ ബേസിക് തിയറി ഞാൻ ഈ ഫ്ലാഷ് കാർഡിൽ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ്സ് തന്നേക്കുന്നത് നോ കീബോർഡ് ഇസ് എ മൗസ്. നോ എക്സ് ആർ വൈ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്. നോ കീബോർഡ് ഇസ് എ മൗസ് എന്ന് പറയുമ്പോൾ ഇത് കീബോർഡിന് കെ എന്ന് കൊടുക്കുന്നു, മൗസിന് എം എന്ന് കൊടുത്താൽ നോ കീബോർഡ് ഇസ് എ മൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓൾ മൗസസ് ആർ കമ്പ്യൂട്ടേഴ്സ്. ഓൾ എക്സ് ആർ വൈ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓൾ മൗസസ് ആർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൗസ് ഇസ് എ സബ്സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. Now all computers are laptops എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് is subset of computers are subset of laptops. ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം, കമ്പ്യൂട്ടേഴ്സ് സാധാരണ ലാപ്ടോപ്പ് സബ്സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആണ് സാധാരണ പറയുന്നത്. ബട്ട് ഇത് ഇമാജിനറി ആണ്. അതിനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് കോമൺലി നോൺ ഫാക്റ്റിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും. അത് കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ എന്താണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് സില്ലോജിസം ചാപ്റ്ററിന്റെ ബേസിക് തിയറി. സോ ഇതാണ് ഫൈനൽ പിക്ചർ ആയിട്ട് വരയ്ക്കാൻ. ഇതിൽ നിന്ന് ഓൾ മൗസസ് ആർ ലാപ്ടോപ്സ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാ മൗസും ലാപ്ടോപ്പ് ആണെന്ന്. മൗസ് ലാപ്ടോപ്പിന്റെ അകത്താണെങ്കിൽ കറക്റ്റാ. മൗസ് എന്ന് പറയുന്ന സർക്കിൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന സർക്കിളിന്റെ അകത്താണല്ലോ. അല്ലെങ്കിൽ പറയാം ഓൾ എക്സ് ആർ വൈ ആൻഡ് ഓൾ വൈ ആർ എക്സ് ആണെങ്കിൽ ഓൾ എക്സ് ആർ വൈ കറക്റ്റ്. ഓൾ എക്സ് ആർ വൈ ആൻഡ് ഓൾ വൈ ആർ സെഡ് ആണെങ്കിൽ ഓൾ എക്സ് ആർ സെഡ് കറക്റ്റ് ആണെന്ന്. അതൊക്കെ സിലോജിസത്തിന്റെ തിയറിയാ. അത് കേട്ടിപ്പോൾ കൺഫ്യൂസ്ഡ് ആകണ്ട. സോ ഈ പടം നോക്കിയിട്ട് തന്നെ നമുക്കിത് പറയാൻ പറ്റും. ഓൾ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ നെവർ ബി കീബോർഡ്സ്. എല്ലാ കമ്പ്യൂട്ടേഴ്സും കീബോർഡ് ആകുമോ? ആകത്തില്ല. കാര്യം കീബോർഡ് എന്ന് പറയുന്നതും കമ്പ്യൂട്ടറും തമ്മിലും ഒരു ഇന്റർസെക്ഷനും ഉണ്ടാകാൻ പാടില്ല. സോ അല്ല, നോ കീബോർഡ് ഇസ് എ മൗസ് എന്നാണ് പറയുന്നത്. സോ എല്ലാ കമ്പ്യൂട്ടേഴ്സും എന്തായാലും കീബോർഡ് ആകത്തില്ല. എല്ലാ കമ്പ്യൂട്ടേഴ്സും കീബോർഡ് ആകുമെങ്കിൽ മൗസ് എന്ന് പറയുന്നതും കീബോർഡ് ആയി പോകും. പക്ഷെ മൗസ് ഒന്നും കീബോർഡ് അല്ലെന്നാണ് പറയുന്നത്. നോ കീബോർഡ് ഇസ് എ മൗസ് എന്ന് പറഞ്ഞാൽ നോ മൗസ് ഇസ് എ കീബോർഡ്. സോ എല്ലാ കമ്പ്യൂട്ടറും കീബോർഡ് ആകുന്നത് പോസിബിളേ അല്ല. ക്യാൻ നെവർ ബി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാ. സോ ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ബോത്ത് കൺക്ലൂഷൻസ് ഫോളോ.